ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹുണ്ടായി ഇയോണിന്റെ എഞ്ചിൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഹെഡ് അയച്ച് പീസാക്കിയ ശേഷം ഡീസലിനകത്ത് ഒരു ദിവസം മുക്കിയിട്ട് കാർബൺ എല്ലാം കുത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് എയർ അടിച്ചെടുക്കും. അതുപോലെ തന്നെ എഞ്ചിൻ ബ്ലോക്ക്, ക്രാങ്കേസ് ഡീസലും പെട്രോളും വെച്ച് കഴുകി വൃത്തിയാക്കി. അതുപോലെ ബ്ലോക്കും ഹെഡും പേപ്പർ വെച്ച് ഫേസ് ചെയ്യണം. ഹെഡിനും ബ്ലോക്കിനും പൊളവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് ഫേസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിന്റെ കാർബൺ ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു ദിവസം എടുത്തു. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡും പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാർബൺ ഇരുന്ന ഹെഡാണ്. ഇതെല്ലാം കുത്തി ഇളക്കി അയച്ച് എല്ലാം പീസാക്കി ഇതുപോലെ സുന്ദരക്കുട്ടപ്പനാക്കാൻ എത്രമാത്രം പാടുപെട്ടിട്ടുണ്ടെന്ന് അറിയോ. അതുപോലെ തന്നെ ഇതിന്റെ ജെന്യൂൻ ഹെഡ് ഗാസ്കറ്റ് ആണ് നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ ക്യാം സീല്, ക്രാങ്ക് സീല്, ഫ്ലൈവീൽ സീല് എന്നിവയെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഗാസ്കറ്റ് ഇട്ടതിന് ശേഷം ഹെഡ് കയറ്റുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഡിഎമ്മിലും ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. കുറെ പേര് വർക്ക്ഷോപ്പിനേക്കാൾ ഒത്തിരി ലോങ് ഉള്ള ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, അത്രയും ലോങ്ങിൽ നിന്ന് വരണമല്ലോ, അതുകൊണ്ടാണ്. അടുത്തുള്ളവരുടെ പരമാവധി മെസ്സേജ് അയക്കുന്നുണ്ട്, അവർ വരുന്നുണ്ട്. പിന്നത്തെ കാര്യം നല്ലൊരു തിരക്കുണ്ട്, അതുമൂലമാണ് ഞാൻ പിന്നെ തിരിച്ച് ആർക്കും മെസ്സേജ് അയക്കാത്തത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ ഞാനൊരു സ്റ്റാഫ് മാത്രമാണ്. അപ്പൊ മുതലാളിയോട് ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വണ്ടിയെല്ലാം കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറൊരു വണ്ടി വന്നിരിക്കും. അപ്പൊ നമ്മൾ ആരെയും അവഗണിക്കാതിരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയക്കാത്തത്. അപ്പൊ ഡീസൽ കഴുകി ഹെഡ് ബോൾട്ടുകളെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബോൾട്ടുകളെല്ലാം വലിച്ചു മുറിക്കിയതിന് ശേഷം അങ്ങനെ വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന റോക്രാമും റോക്രാം ഷാഫ്റ്റും എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇല്ലറ്റും എക്സോസ്റ്റും രണ്ടും വ്യത്യസ്തമായ റോക്രാമുകളാണ്. അതെല്ലാം കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം റോക്രാം ഷാഫ്റ്റ് മുറുക്കുക. ഇനി മെയിൻ പരിപാടിയായ വാൽവ് ക്ലിയറൻസ് ആണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഉഗ്രം വിശപ്പ് വന്നു. ക്ലീൻ ചെയ്ത ഡീസലിൽ തന്നെ നമ്മൾ കൈ കഴുകി വൃത്തിയാക്കി. കൈയൊക്കെ വെട്ടി വെളുത്തു. അപ്പൊ നമ്മുടെ തൊട്ടടുത്തൊരു ഷാർജക്കടയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഓരോ ഷാർജ് വെച്ച് കുടിച്ചു. നല്ല തിക്കായുള്ള ഷാർജ ആയിരുന്നു, അതുകൊണ്ട് വിശപ്പെല്ലാം പമ്പ കടന്നു. ശേഷം സുഹൃത്തുക്കളെ രാത്രിക്ക് ഞങ്ങൾ വാൽവ് ക്ലിയറൻസ് നോക്കുകയാണ്. ഇൻലെറ്റും എക്സോസ്റ്റും വ്യത്യസ്തമായ ഫില്ലർ ഗേജിലെ പോയിന്റുകളാണ്. ഇത് മൊത്തത്തിൽ 9 വാൽവുകളെ വരത്തുള്ളൂ. 6 ഇൻലെറ്റ് വാൽവുകളും 3 എക്സോസ്റ്റ് വാൽവുകളാണ്. അങ്ങനെ ഫില്ലർ ഗേജ് വെച്ച് ഫസ്റ്റ് സിലിണ്ടറും സെക്കൻഡ് സിലിണ്ടറും വെച്ച് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം സെറ്റിന് ശേഷം തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നാളെ ഫുള്ള് സെറ്റിന് ശേഷം വണ്ടി ഇറക്കുകയാണ്. അപ്പൊ നാളത്തെ വീഡിയോ നാളെ കാണാം. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.